കേരളത്തിന്റെ നാലുകെട്ടിന്റെ ഉള്ളിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഗുജറാത്തിലും ആസാമിലും എല്ലാം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോയി. ഞങ്ങൾ പോയത് എന്തിനാണ്? ദേശാടനത്തിന് വേണ്ടിയല്ല. അവിടെയുള്ള പതിതരുടെയും പാവപ്പെട്ടവരുടെയും കണ്ണീരൊപ്പാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. നമ്മുടെ മലയാളികൾ ഉടുത്തു മാറ്റിവെച്ച പഴയ വസ്ത്രങ്ങൾ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയായി പാക്കുകളിൽ നിറച്ച് അവിടേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഗ്രാമാന്തരങ്ങളിലെ പാവങ്ങൾക്ക് നൽകുന്നു. അവർക്ക് പെരുന്നാൾ കോടി കിട്ടിയതുപോലെ ആനന്ദത്തോടെ അവർ ഓടി നടക്കുകയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞ പരിശുദ്ധമായ റമദാൻ നിസ്കാര കുപ്പായ വിതരണത്തിന് വേണ്ടി നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പോയി. അതുപോലെ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളിൽ ചെന്ന് നൂറുകണക്കിന് കുടിവെള്ള പദ്ധതികൾ മഹാന്മാരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ സാധുക്കളായ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, കുടിവെള്ള പദ്ധതികൾ നൽകുമ്പോ ഇത് ആർക്ക് കുടിക്കാനാണ്? മനുഷ്യന് കുടിക്കാനാണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള നാൽക്കാലികൾക്കും വേണമെങ്കിൽ കുടിക്കാനാണ്. ആ രീതിയിൽ പൊതുവായ സേവന പ്രവർത്തനങ്ങളുമായി ചെല്ലുമ്പോ വളരെ ദയനീയമായ പല കാഴ്ചകളും ഞങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലെത്തി. പ്രിയമുള്ളവരെ, ഞങ്ങൾ കഥ വായിച്ചുകൊണ്ട് പറയുകയല്ല. ഞങ്ങളുടെ പ്രവർത്തന വഴിയുടെ ഇടയിൽ ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകുന്ന മഹനീയമായ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ വളണ്ടിയർമാരായി കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ടയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ അതാ പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവിടെയുള്ള ഭൂരിപക്ഷവും. കടുകുപാടങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഉമ്മയും മക്കളും മാതാവും മക്കളും അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അറിവ് നേടാനുള്ള അവസരങ്ങളില്ല, വിവരം നേടാനുള്ള സാഹചര്യങ്ങളില്ല, വിദ്യാലയങ്ങൾ സുലഭമല്ല. അവിടെയാണ് മർക്കസുൽ സഖാഫത്ത് സുന്നിയ ത്വയ്ബ ഗാർഡൻ എന്ന പേരിൽ മനോഹരമായ ഒരു വിദ്യാലയം പണിതു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അറിയുമോ? 50ഉം 60ഉം വയസ്സുള്ള സഹോദരിമാരാണ് വീട്ടുവേലയുടെയും വയലേലകൾ പണിയെടുക്കുന്നതിന്റെയും ഇടയിൽ 2-3 മണിക്കൂർ വന്നിരുന്നു കൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നേടുകയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യാക്ഷരം മുതൽ ഖുർആൻ പാരായണം വരെ എത്തിയ ഒരു ബാച്ചിനോട് ഞങ്ങൾക്ക് അവരുടെ പാരായണം കേൾക്കാൻ ഇടയായി. നിങ്ങൾ അറിയുമോ സഹോദരന്മാരെ, മുളയുടെ കീറുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് 2 ഭാഗത്തും മണ്ണെറിഞ്ഞ മതിലുണ്ടാക്കി മേലെ ഷീറ്റ് വെച്ച് ജീവിക്കുന്നവരാണ് അവിടെയുള്ള നല്ലൊരു ഭൂരിപക്ഷവും. അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് അന്നമാണ്, കിടക്കാൻ ഇടമാണ്, കുടിക്കാൻ വെള്ളമാണ്, നടക്കാൻ വഴിയാണ്, വെളിച്ചം കാണാനുള്ള സംവിധാനങ്ങളാണ്. എത്രയോ ഗ്രാമങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല എന്നത് ദയനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ആദ്യമായി ബീഹാറിലെ കട്ടിഹാർ എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുമ്പോ ഞങ്ങളെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. താമസിപ്പിക്കാൻ നല്ല ഒരു വീടില്ല. ആ ഗ്രാമീണർ അവരുടെ ദാരിദ്ര്യത്തിന് നടുവിലും ആതിഥ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഞങ്ങൾക്കൊരു വീട് തരാൻ, താമസിക്കാൻ ഒരിടം തരാൻ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ജീവിക്കാൻ വന്നവരാണ്. അങ്ങനെ ഒരു നിസ്കാരപ്പള്ളിയോട് ചേർന്ന ഒരു ചായ്പിന്റെ ഉള്ളിൽ ഞങ്ങൾ 1-2 ദിവസം കഴിച്ചുകൂട്ടി. അപ്പോഴാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ അറിയാൻ കഴിയുന്നത്. പരിശുദ്ധമായ മർക്കസുൽ സഖാഫത്ത് സുന്നിയ അവിടെ തുറന്ന വിദ്യാലയങ്ങളിലേക്ക് രാവിലെ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വരുന്ന കാഴ്ച അവരറിവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഇവിടെ ആരാണ് സമാധാനത്തിന്റെ വഴിയൊരുക്കാനുള്ളത്? അവർക്ക് വേണ്ടിയാണ് കാലം കാത്തിരിക്കുന്നത്. അതുപോലെ കൽക്കട്ടയുടെ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ എപ്പോഴും വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കശ്മീരിലെ പൂഞ്ചിലും ബാരാമുള്ളയിലും ശ്രീനഗറിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്നാൽ ഒരുപാട് ദുരന്തങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ ഇടയിലും ആളുകൾ അറിവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസം ഏറ്റവും കോൾഡസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ ജമ്മു ആൻഡ് കശ്മീരിൽ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ജമ്മുവിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അതാ ഒരു പറ്റം ആളുകൾ അഭയാർത്ഥികളായി കിടക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച ഒരു ചാരിറ്റി സംവിധാനമുണ്ട്, നാട്ടിൽ നിന്ന് അറിഞ്ഞ ചില കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കുന്ന റൂമിന്റെ വാതിൽക്കൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു അവിടെ കുറച്ച് അഭയാർത്ഥികളുണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുണ്ട്, അതുപോലെ തന്നെ അന്നത്തിന് വഴിമുട്ടിയ ജനങ്ങളുമുണ്ട്. അവരുടെ മുമ്പിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് അനധികൃതമായി ഇവർ കയറി കിടക്കുകയാണ്, ഇവരെ ഒഴിവാക്കി തരണം.
തരണം. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് എന്ത് പറയാനാണ്? മറുഭാഗത്ത് വന്നു നിന്നുകൊണ്ട് കുട്ടികൾ കരയുകയാണ്, ഉമ്മമാർ തേങ്ങുകയാണ്, മാതാക്കൾ കരയുകയാണ്. ഹംകോ റൊട്ടി ഖിലാ ദോ, ഹംകോ ചാവൽ ഖിലാ ദോ, ഹംകോ പാനി ദേ ദോ, ഹംകോ കുछ खाने को नहीं है, हमको कुछ मदद करो, മൗലാന സാഹബ് ഹംകോ കുछ ദേ ദോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ച ഒരു കൊടുനീതിയുടെയും കരുണയുടെയും മനസ്സ് ഞങ്ങളുടെ പക്കലുണ്ട്. അത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെയുള്ള ചില ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ പൂഞ്ചിലെ MLA-യോടൊന്ന് ബന്ധപ്പെട്ടു നോക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഷൗക്കത്ത് നഈമിയുമായൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്. വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് കമ്പോളത്തിലേക്ക് പോയി അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന്, കുട്ടികൾക്ക് ആവശ്യമായ റൊട്ടിയും വാങ്ങിക്കൊണ്ടുവന്ന്, ഇത് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കീശയിൽ നിന്ന് എടുത്തിട്ടല്ല ചെയ്യുന്നത്, നിങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ നിന്ന സംഖ്യകൾ കൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ അന്നപാനീയങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വാഹനത്തിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള 1-2 രക്ഷിതാക്കളോട് പോയി പറഞ്ഞു, നിങ്ങൾ തിരക്ക് കൂട്ടിയാൽ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ സമാധാനം പാലിക്കണം, ഇത് പാചകം ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, കുട്ടികൾക്ക് ഈ റൊട്ടി കൊടുക്കണം. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള ഫ്ലൈറ്റിന്റെ ടൈമും അടുത്തിരിക്കുന്നു. വളരെ സൗമനസ്യത്തോടെ അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്നപാനീയങ്ങൾ വാങ്ങി കൈ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഹലോ മൗലാന സാഹബ്, ആപ് ജോ ഹത്തി ആത്മീ ഹേ, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ ഞങ്ങളെ നോക്കി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് വളരെ പ്രയാസത്തോടുകൂടി, എന്നാൽ അവർക്ക് കിട്ടിയ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ വചസ്സുകളോടെ യാത്രയാക്കി. ഇതുപോലെ ഏതെല്ലാം ഇടങ്ങളിലാണ് ദൈന്യത അനുഭവിക്കുന്നത്. കേവലം കശ്മീരിന്റെ കഥയല്ല, ബീഹാറിന്റെ കഥയല്ല. നിങ്ങൾ കർണാടകയിലെ ബെല്ലാരിയിലേക്ക് പോയി നോക്കൂ, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടക്കുന്ന ജനങ്ങളെ കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോയി നോക്കൂ, നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വിദ്യാലയങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യാൻ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ മഹാന്മാരായ ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെ ഉപദേശത്തോടെ ഞങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോകാറുണ്ട്. ഒന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഇതെല്ലാം പറയുമ്പോ അനന്തപുരിയുടെ പെരുമാറിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട് എന്ന് നിങ്ങൾ അറിയണം, മറന്നു പോകാൻ പാടില്ല. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്നവരാണ്. 3 വർഷം മുമ്പ് ഒരു പെരുന്നാൾ ദിവസം ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ഒരു 500 പൊതി ഭക്ഷണവും തയ്യാറാക്കി തലേന്ന് ഞങ്ങൾ ടോക്കൺ വിതരണം ചെയ്ത് ഡെന്റൽ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് പടച്ചവനെ, ആയിരക്കണക്കിന് ആളുകളുടെ നീണ്ട നിരയിൽ ഞങ്ങൾ ഈ 500 പൊതി കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് നേരത്തെ കൊടുത്ത് പരിചയമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇതിന്റെ ശീലമറിയില്ല. അവസാനം ടോക്കണുമായി വന്ന ആളുകൾക്ക് കൊടുക്കുമ്പോ ഒരു ഉമ്മ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചിട്ട് പറഞ്ഞു, 21 ദിവസമായി മക്കളെ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഈ പെരുന്നാൾ ദിവസമെങ്കിലും ഒരു ചോറ് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അതാ ഉമ്മ ആ ചോറ് വാങ്ങി വെച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരു സഹോദര സമുദായത്തിലെ ഒരു സഹോദരി വന്നുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വളണ്ടിയർ എന്ന നിലക്ക് എന്നോട് പറഞ്ഞു, സാറേ എന്റെ കയ്യിൽ ടോക്കൺ ഒന്നുമില്ല, എന്റെ അപ്പീന്റെ വാർഡിൽ കിടക്കുകയാണ്, ഒരു പൊതി ചോറ് തരുമോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? ടോക്കൺ ഉള്ളവർക്ക് എങ്ങനെയാണ് നൽകാതിരിക്കുക? ഏതായാലും ആ മാതാവിന്റെ കയ്യിൽ കുരുന്നിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഒരു പൊതി ചോറ് കൊടുത്തു. ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വന്നുണ്ടായി. ഈ ത്രിവർണ്ണ പതാക പിടിച്ച് ശുഭ്രവസ്ത്രധാരികളായി SSF ജിന്ദാബാദ് എന്ന്, ധർമ്മ വിപ്ലവം ജിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഈ പാവപ്പെട്ട SSF-ന്റെ പ്രവർത്തകര് ഈ കാഴ്ച കണ്ടുകൊണ്ട് നേരെ ഭീമാപ്പള്ളിയിലെ ഓരോ വീട്ടിലേക്കും കയറി. പെരുന്നാൾ ദിവസമാണല്ലോ, എല്ലായിടത്തും നല്ല ഭക്ഷണം ഉണ്ടാകുമല്ലോ. അവർ ഓരോ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു പൊതി ചോറിങ്ങ് തരണം. അങ്ങനെ നിമിഷങ്ങൾക്കകം 1000 പൊതി ഭക്ഷണം കൂടി നമ്മുടെ SSF-ന്റെ പ്രവർത്തകർ കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, അന്ന് കുറച്ചു പേർക്ക് കൂടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് എല്ലാ മാസവും ആയിരക്കണക്കിന് ആളുകൾക്ക് RCC-യിലും മെഡിക്കൽ കോളേജിലുമുള്ള രോഗികൾക്കും ആശ്രിതർക്കും ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം SYS-ന്റെയും നമ്മുടെ സ്ഥാപന സമ്പ്രദായങ്ങളുടെയും കീഴിൽ നടക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ സഹായിച്ചവരും പ്രവർത്തിച്ചവരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ലെപ്രസി ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ പോയവരുണ്ടാകാം. വർക്കലയിലെ കഷായ ആശുപത്രിയിലേക്ക് ഞങ്ങൾ നേരിട്ട് തന്നെ പോകാൻ അവസരമുണ്ടായിട്ടുണ്ട്. പാലോട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല വിവിധങ്ങളായ നാടുകളിൽ നിർവഹിച്ചു
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നന്മയുടെയും നീതിയുടെയും കരുണയുടെയും നിഷ്ഠയുടെയും മഹിഷ്ടാധ്യായങ്ങളെ മനസ്സിലേക്ക് ഏറ്റെടുത്ത് കാലത്തിന്റെ കാവലാളുകളായി നന്മയുടെ പ്രതീകങ്ങളായി മാറാൻ ഒരു ജനതയെ രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ മുന്നിൽ കണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതിൽ വർഗഭേദമില്ല, വർണ്ണഭേദമില്ല, ജാതിഭേദമില്ല, ദേശഭേദമില്ല. ആരാണോ കരുണ ആഗ്രഹിക്കുന്നത് അവർക്ക് കരുണ നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന കരങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.